ആദ്യം ഇങ്ങനെ കിളച്ചൊരു കുഴിയെടുക്കുക, ഒരു ചെറിയൊരു കുഴിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പറമ്പിലൊക്കെ അടിച്ച് വൃത്തിയാക്കുന്ന കരിയിലൊക്കെ ഇല്ലേ, ചിലർ ചപ്പും ചവറെന്ന് പറയും, അതൊക്കെ വേസ്റ്റൊക്കെ വാരിക്കൊണ്ട് നിറയ്ക്കുക. പ്ലാസ്റ്റിക് ഇടരുത്. ഇത് കണ്ട, ഇത് മുളയ്ക്കാത്ത ചേമ്പാണ്. അപ്പം ഒന്ന് മുളപ്പിക്കുക. ഇത് കണ്ട, ഇത് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചേമ്പാണ്. അപ്പോൾ ഇത് നമ്മൾ നട്ടു കൊടുക്കുക. ചപ്പും ചവറും ഇട്ട് മൂടി വെച്ചിരിക്കുന്ന ഇതാണ്. അതിനകത്ത് സെൻറ്ററിലൊരു ചെറിയ കുഴിയെടുക്കുക, വിത്ത് വയ്ക്കുക. വെച്ചിട്ട് ഇത്രയും ചാണകം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഈ മണ്ണങ്ങ് മൂടിയിട്ട് കൊടുക്കുക. മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ മുളച്ച് വരും. 4 ദിവസം ആകുമ്പോൾ ഇത് ഇത്രയും ഹൈറ്റ് വരും. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇലയൊക്കെ വരാൻ തുടങ്ങും. ചാണകം ഇട്ട് വച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച, 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഇതേപോലെ നല്ല തളർത്തങ്ങ് കയറി വരും. ചാണകം ഇട്ട് വയ്ക്കണം, എങ്കിലേ ഇതേപോലെ കയറി വരത്തുള്ളൂ. ഇതിന് 2 ആഴ്ച കഴിഞ്ഞ തൈയാണ്, പക്ഷേ ചാണകപ്പൊടി ഇടാതെ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച ഇത്രയേ ഉള്ളൂ. ചാണകപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല വളർച്ച. ഒരു 10-25 ഒരു മാസം അടുപ്പിച്ചാകുമ്പോൾ ഇത്രയും വളർച്ച ഉണ്ടാകും. നല്ല വലിപ്പത്തിൽ ഇല വരും. ഇത് കുളച്ചേമ്പാണ്. ചേമ്പ് കൃഷിയൊക്കെ ചെയ്യുന്നവർ ആദ്യം തടം ഒരു കുഴിയെടുക്കുക. കുഴി നിങ്ങളുടെ ചെയ്യുന്ന ആൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കുക. ഓവർ വലുതായതും വേണമെന്നില്ല, ചെറുതാവണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ചേമ്പെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിനെ മുളപ്പിക്കാൻ വയ്ക്കുക. ഒരു 2 ആഴ്ച ആകുമ്പോൾ മുളയ്ക്കുക. എന്താ മുളയ്ക്കാൻ എളുപ്പം പരിപാടി, ചാണം കലക്കിയിട്ട് കുറച്ച് വെള്ളം അതിനകത്ത് കുടഞ്ഞു വെച്ചാൽ മതി, വിത്തെടുത്ത് വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് മുളയ്ക്കും. വിത്ത് മുളപ്പിച്ചതിന് ശേഷം എടുത്ത കുഴിക്കകത്ത് വേസ്റ്റൊക്കെ ഇട്ട് നിറച്ച് അതിൻ്റെ പുറത്ത് മണ്ണിട്ട് മൂടി അത് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വിത്ത് സെൻറ്ററിൽ വെച്ച് ഒത്തിരി ചാണകപ്പൊടി ഇട്ട് വയ്ക്കുക. അപ്പോൾ നല്ല സൂപ്പർ ചേമ്പ് കിട്ടും. ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ പിഴുക.